മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ വിവാദമായിരിക്കുന്ന ഒരു പത്രപരസ്യം അത് ബി.ജെ.പിയിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ വോട്ടിൽ ആഘോഷം ഉണ്ടാകേണ്ടത് ഇന്ത്യയിലോ അതോ പാകിസ്ഥാനിലോ എന്നാണ് മറാഠി ഭാഷയിലെ വിവാദ പരസ്യം. എന്നാൽ പരസ്യം പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് എന്ന് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നു. വിവരങ്ങളുമായി ശരത് കെ ശശി ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. തത്സമയം ശരത് കെ ശശി, പരസ്യം ഒരു വിവാദമാവുകയാണ്. ആ പരസ്യം കൃത്യമായി ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട്, പ്രത്യേകിച്ചും നേരത്തെ തന്നെ രാജ്നാഥ് സിംഗും നരേന്ദ്രമോദിയും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് ചൗധരി ഫവാദ് ഹുസൈൻ രാഹുൽ ഓൺ ഫയർ എന്നിട്ട വീഡിയോ മുതൽ പിന്നീട് അങ്ങോട്ട് പാകിസ്ഥാനിൽ നിന്ന് കോൺഗ്രസിന് പിന്തുണ കിട്ടുന്നു എന്ന ഒരു നറേറ്റീവിലേക്ക് പോയ ഒരു പ്രസംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനൊപ്പം ഈ പരസ്യവും കൂടി വരുമ്പോൾ കൃത്യമല്ലേ അവരുടെ സ്ട്രാറ്റജി? മറാഠ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരസ്യം ഏതായാലും ബി.ജെ.പി. നൽകിയിരിക്കുന്നത്. ആദ്യം വിവാദമായ പ്രസംഗമുണ്ടായി, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വിവാദമായ പ്രസംഗം, പിന്നീട് വിവാദമായ ആനിമേഷൻ വീഡിയോ, ഇപ്പോൾ വിവാദമായ ഒരു പത്രപരസ്യവും ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ പത്രപരസ്യം മറാഠി ഭാഷയിലാണ് ഇന്ന് രാവിലെ പ്രധാനമായും ഈ മറാഠ മേഖലകളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു പരസ്യവാചകം എന്ന് പറയുന്നത്, നിങ്ങളുടെ വോട്ട് മൂലം പാകിസ്ഥാനിലാണോ അല്ല ഇന്ത്യയിലാണോ സന്തോഷം ഉണ്ടാകേണ്ടത്, ആഘോഷം ഉണ്ടാകേണ്ടത് എന്ന ചോദ്യമാണ് ഈ പരസ്യവാചകത്തിൽ ഉള്ളത്. അതായത് ബി.ജെ.പിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് പാകിസ്ഥാനിൽ സന്തോഷം ഉണ്ടാകാൻ വഴിയൊരുക്കും എന്ന ധ്വനിയിലാണ് ഇപ്പോൾ ഈ പരസ്യം ബി.ജെ.പി. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറാഠ ഭാഷയിലാണ് ഈ പരസ്യങ്ങൾ പത്രങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെയാണ് ഇത്തരമൊരു പരസ്യം ഉണ്ടായിരിക്കുന്നത്. നാളെ 11 ലോക്സഭാ സീറ്റുകൾ, മഹാരാഷ്ട്രയിലെ 11 ലോക്സഭാ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ ഗുജറാത്തിലെ 25 സീറ്റുകളിലും തെരഞ്ഞെടുപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മറാഠ ഭാഷയിലുള്ള ഒരു പരസ്യം ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പരസ്യത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറ്റപ്പെടുത്തി. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ ഇടപെടാൻ തയ്യാറാകണമെന്നുള്ള ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരത് കെ ശശി, ഞാൻ നേരത്തെ ചോദിച്ചത് ചൗധരി ഫവാദ് ഹുസൈൻ എന്ന ഇമ്രാൻഖാൻ സർക്കാരിലെ മന്ത്രിയായിരുന്ന പാകിസ്ഥാനിലെ മുൻമന്ത്രിയുടെ രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ചുകൊണ്ടിടുന്ന പോസ്റ്റുകൾ, അതോടൊപ്പം പ്രതികരണങ്ങൾ, അത് വലിയ രീതിയിൽ ആയുധമാണ്. അതിന്റെ ഒരു ചുവട് പിടിച്ചാണോ ഈ പരസ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്? സമാനമായ രീതിയിൽ ഈ പാകിസ്ഥാൻ ബന്ധം, കോൺഗ്രസ് പാകിസ്ഥാൻ ബന്ധം, ആ ഒരു നെക്സസ് അത് കൃത്യമായി ഉപയോഗിക്കുകയാണോ ബി.ജെ.പി.? അത്തരമൊരു വിമർശനം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1-2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി.ജെ.പി. ഉപയോഗിച്ചത്. അതിനായുധമായതാകട്ടെ സുജയ് സൂചിപ്പിച്ചതുപോലെ ഇമ്രാൻഖാൻ സർക്കാരിലെ പഴയ മന്ത്രിയുടെ പരാമർശവും രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ ഒരു ട്വീറ്റ്, അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണങ്ങൾ, അതൊക്കെ തന്നെ ആയുധമാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ പൊതുവെ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു, യുവരാജാവായ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണണമെന്നാണ് പാകിസ്ഥാനികൾക്ക് താല്പര്യം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയതൊക്കെ തന്നെ ഈ ഫവാദ് ചൗധരിയുടെ ഈ ഒരു പരാമർശമാണ്. തീർച്ചയായും അതിന്റെ കൂടി ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പരസ്യം ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുന്നതും. ഓക്കെ, ഇപ്പോൾ ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ വിവാദം മുറുകുകയാണ് എന്ന് വേണം കരുതാൻ. പത്രപരസ്യം കൂടി ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്.